ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും അഭിഭാഷകനും പത്രപ്രവർത്തകനും പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. 1950 മുതൽ 1962 വരെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1884 ഡിസംബർ 3-നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജനിച്ചത്. സംസ്കൃതത്തിലും പേർഷ്യനിലും പണ്ഡിതനായിരുന്ന മഹാദേവ് സഹായ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. അമ്മ കമലേശ്വരി ദേവി. ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന നിലയിൽ ഭരണഘടന അനുശാസിക്കുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും സ്വതന്ത്രനായി അദ്ദേഹം പ്രവർത്തിച്ചു. 1952-ലും 1957-ലും തുടർച്ചയായി 2 തവണ രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ നേട്ടം കൈവരിച്ച ഏക ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അദ്ദേഹം. 12 വർഷത്തെ സേവനത്തിനു ശേഷം 1962-ൽ വിരമിക്കാനുള്ള തീരുമാനം അദ്ദേഹം പ്രഖ്യാപിച്ചു. 1962 മെയ്യിൽ ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാജിവെച്ചു. 1963 ഫെബ്രുവരി 28-നാണ് അദ്ദേഹം അന്തരിച്ചത്. 1962-ൽ ഭാരതരത്നം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തിയാണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ. 1962 മുതൽ 1967 വരെയാണ് അദ്ദേഹം പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചത്. 1952 മുതൽ 1962 വരെ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റും ആയിരുന്നു സർവേപ്പള്ളി രാധാകൃഷ്ണൻ. 1888 സെപ്റ്റംബർ 5-ന് ജനിച്ച സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഒരു പ്രമുഖ തത്വചിന്തകനും രാഷ്ട്രതന്ത്രജ്ഞനും വിദ്യാഭ്യാസ ചിന്തകനുമായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയായിരുന്നതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയുമായിരുന്നു അദ്ദേഹം. 1962-ൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയും അദ്ദേഹമാണ്. ഒരു അധ്യാപകൻ കൂടിയായിരുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നു. യുനെസ്കോയിൽ ഇന്ത്യയുടെ പ്രതിനിധി, സോവിയറ്റ് യൂണിയനിൽ ഇന്ത്യയുടെ അംബാസിഡർ എന്നീ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ തത്വചിന്തക പ്രൊഫസർ എന്ന നിലയിൽ നിന്ന് ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലും വൈസ് ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശക സാന്നിധ്യം വരെ അക്കാദമിക് മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. 1931-ൽ നൈറ്റ് പദവിയും 1954-ൽ ഭാരതരത്നയും നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1963-ൽ അദ്ദേഹം ബ്രിട്ടീഷ് റോയൽ ഓർഡർ ഓഫ് മെറിറ്റ്സിന്റെ ഓണററി അംഗമായി. 1975 ഏപ്രിൽ 17-ന് അദ്ദേഹം അന്തരിച്ചു. ഡോക്ടർ സക്കീർ ഹുസൈൻ ആയിരുന്നു ഇന്ത്യയുടെ 3ാമത്തെ രാഷ്ട്രപതി. 1967 മെയ് 13 മുതൽ 1969 മെയ് 3-ന് അദ്ദേഹം അന്തരിക്കുന്നതുവരെ ഈ പദവി വഹിച്ചു. ഒരു പ്രമുഖ രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, മികച്ച വിദ്യാഭ്യാസ വിദഗ്ധനുമായിരുന്നു ഡോക്ടർ സക്കീർ ഹുസൈൻ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1957 മുതൽ 1962 വരെ ബീഹാർ ഗവർണറായും 1962 മുതൽ രാഷ്ട്രപതി സ്ഥാനം വരെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചു. രാഷ്ട്രപതി പദവി വഹിക്കുന്ന ആദ്യത്തെ മുസ്ലിമും പദവിയിലിരിക്കെ മരിക്കുന്ന ആദ്യത്തെ വ്യക്തിയുമായി അദ്ദേഹം. വിദ്യാഭ്യാസത്തിന് ഡോക്ടർ സക്കീർ ഹുസൈൻ നൽകിയ ആഴമേറിയ സംഭാവനകളും ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും ഇപ്പോഴും പ്രചോദനം നൽകുന്നതാണ്.